channel. വാർത്താ സമ്മേളനങ്ങളിലൂടെ ഭരണപക്ഷത്തിന്റെ നെഞ്ചിടിപ്പ് കൂട്ടിയ പ്രതിപക്ഷ നേതാവ്, നിരവധിയായ ആരോപണങ്ങളിലൂടെ സർക്കാരിനെ വെള്ളം കുടിപ്പിച്ച ജനനായകൻ രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട്ടെ ക്യാമ്പ് ഹൗസിലാണ് ഞാനും ഷിജു ചവറയുമുള്ളത്. പ്രതിപക്ഷ നേതാവിൻ്റെ തിരക്കേറിയ ഒരു ദിവസം ആരംഭിക്കുകയാണ്. രാവിലെ തന്നെ സന്ദർശകരുടെ തിരക്കാണ് ഹരിപ്പാട്ടെ ക്യാമ്പ് ഓഫീസിൽ. വിവിധ ശുപാർശകളുമായി വരുന്നവർ, മണ്ഡലത്തിലെ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നവർ, പിന്തുണ അർപ്പിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തുന്നവർ. ഇടപെടലുകളിലൂടെ, കണ്ടെത്തലുകളിലൂടെ കേരളത്തിലെ പ്രതിപക്ഷത്തെ 5 വർഷവും സജീവമാക്കിയ നേതാവിന്റെ ഒരു ദിവസം തുടങ്ങുകയാണ്. രാവിലെ പതിവായുള്ള യോഗയും നടത്തവും പൂർത്തിയാക്കി. ഇഷ്ടവിഭവമായ ദോശയും ചമ്മന്തിയുമായി രാജൻ ചേട്ടനെത്തി. പത്രവാർത്തകൾ എന്തെന്നായിരുന്നു ഞങ്ങളെ കണ്ടപ്പോഴുള്ള ആദ്യ ചോദ്യം. അന്നം മുടക്കിയതാര് എന്നത് വലിയ ചർച്ചയെന്ന് പറഞ്ഞപ്പോൾ പിണറായിക്കെതിരെ പൊട്ടിത്തെറിച്ചു. ഇന്ന് ഈ ആരാണ് അരിമുടക്കുന്നത്, അന്നം മുടക്കുന്നതായിരുന്നുള്ളതാണ് പത്രങ്ങളുടെയൊക്കെ പ്രധാന വാർത്ത. അന്നം മുടക്കുന്നത് മുഖ്യമന്ത്രിയാണ്. പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട അരി 8 മാസക്കാലം കൊടുത്തു വെച്ചു. ഇതിനോട് തെരഞ്ഞെടുപ്പായപ്പോൾ കൊടുക്കുകയാണ്. അത് കരിഞ്ചന്തക്കാരൻ്റെ മനസ്സാണ് മുഖ്യമന്ത്രി. പൂഴ്ത്തി വെക്കുക, ഇതിന് നല്ല വില കിട്ടുന്ന സമയത്ത് വിൽക്കുക എന്ന് പറഞ്ഞ പോലെ വോട്ടിൻ്റെ സമയത്ത് ഈ അരി കൊടുക്കുക. 8 മാസക്കാലം ഭക്ഷ്യസുരക്ഷാ പ്രകാരം കേന്ദ്രം അലോട്ട് ചെയ്തിട്ടുള്ള അരിയാണത്. അത് ഈ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് കാലത്ത് കൊണ്ടുവന്ന ഭക്ഷ്യസുരക്ഷാ നിയമമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ കൂടവുണി കെട്ടിക്കിടന്ന് നശിക്കുകയാണ് ഈ അരി. അത് കൊടുക്കാതെ വോട്ട് സമയത്ത് ഇതെടുത്ത് കൊടുക്കുന്നതിന് എന്ത് ന്യായീകരണം? അപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയാണോ അരി കൊടുക്കേണ്ടത്? പാവങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ അവർക്കത് കൊടുക്കാതെ അന്നം മുട്ടിക്കുന്ന നടപടിയല്ലേ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചത്? അതിനെതിരെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ ഇലക്ഷൻ സമയത്ത് ഇത് കൊടുക്കരുത്, പെരുമാറ്റച്ചട്ടമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കൊടുത്തോ. വിഷു കിറ്റ്, വിഷു 14-ാം തീയതി അല്ലേ, 6-ാം തീയതിക്ക് മുമ്പത്തിന് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് തെറ്റാണോ? അപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി ആളുകളെ പറ്റിക്കുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യാവും? ഭക്ഷണത്തിന് ശേഷം സന്ദർശകരുമായി കൂടിക്കാഴ്ച. 10 മണിക്ക് അടൂർ കൊടുമണ്ണിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്യാനുള്ളതാണ്. അതിനുശേഷം വിവിധ ജില്ലകളിലായി 7 പരിപാടികൾ. 11 മണി വരെ മണ്ഡലത്തിൽ തുടരാനാണ് ഒടുവിലത്തെ തീരുമാനം. ഓശാന ഞായർ ദിവസം പരമാവധി പള്ളികളിൽ പോവുക, മരണവീടുകൾ, കല്യാണങ്ങൾ, അങ്ങനെ സംസ്ഥാനം മുഴുവൻ സഞ്ചരിക്കുന്ന തിരക്കിൽ എത്താൻ പറ്റാതെ പോയ ചില വീടുകളിലും. തിരക്കിട്ട ഒരു ദിവസത്തേക്ക് ഇറങ്ങും മുൻപ് മൈക്കിന് മുൻപിലേക്ക് ഒരിക്കൽ കൂടി. ഇത്തവണ സർക്കാരിലെ അഴിമതിയെക്കുറിച്ചും ഇരട്ട വോട്ടിലെ ഗൂഢാലോചനയെക്കുറിച്ചും ആഞ്ഞടിച്ചു. ഭരണപക്ഷത്തിന്റെ പ്രധാന ശത്രു ഇപ്പോൾ താങ്കളാണ്. കാരണം മന്ത്രിമാരും നേതാക്കളും എല്ലാം ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ല, അത് ഞാൻ വസ്തുതകൾ പറയുന്നത് കൊണ്ടാണ്. ഞാൻ അഴിമതികൾ പുറത്തു കൊണ്ടിരുന്നതാണ്. എവരെ മോട്ടിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ്. ഞാൻ എന്നും ഉണർന്നിരിക്കുന്നുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷം ഉറങ്ങാറില്ല. കേരളം ഉറങ്ങുമ്പോൾ ഞങ്ങൾ ഉണർന്നിരിക്കുന്നു. ഞങ്ങൾ ഇവരുടെ കൊള്ളകൾ മുഴുവൻ പുറത്തു കൊണ്ടുവന്നു. കേരളം കട്ടുമുടിക്കാൻ അവസരം നോക്കി കാത്തിരുന്ന ഇവരെ ഞങ്ങൾ കയ്യോടെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആഴക്കടൽ മത്സ്യബന്ധനം ഏറ്റവും അവസാനം കൊണ്ടുവന്നു. കള്ളവല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? പച്ച കള്ളവല്ലേ പറയുന്നത്? കേരളത്തിൻ്റെ കടലിനെ വിൽക്കാനെടുത്ത നടപടിയല്ലേ? അതിനൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. ശക്തമായി തന്നെ പോരാടും. എന്നാലും മുഖ്യമന്ത്രി പറഞ്ഞു ഞാനെല്ലാം തകർക്കാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ അഴിമതികളുടെ ദന്തഗോപുരങ്ങളെ തകർക്കുകയാണ് എൻ്റെ ഉദ്ദേശം. അതിൻ്റെ ദൗത്യമാണ്, എൻ്റെ ഉത്തരവാദിത്വമാണ്. അത് നിറവേറ്റും. ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന ഇരട്ട വോട്ട് വിവാദം ഉണ്ടല്ലോ, അതിപ്പോൾ അവസാനം വലിയ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു. നടപടി കാര്യമായി ഉണ്ടാകാൻ പോകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു വലിയ പോരാട്ടത്തിൻ്റെ വിജയമായി കാണിച്ചു. അത് നമ്മുടെ നാട്ടിൽ വ്യാജ വോട്ടർമാരെ കൊണ്ട് കള്ളയോട്ട് ജയിപ്പിച്ചാണ് പലപ്പോഴും CPM ജയിക്കുന്നത്. മഷി മായ്ക്കാനുള്ള രാസപദാർത്ഥം ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. അതുകൊണ്ട് ഈ കള്ളയോട്ട് മുഴുവൻ മാറ്റണം. വ്യാജ വോട്ട് ആര് ചേർത്താലും, ഏത് പാർട്ടിക്ക് ആര് ചേർത്താലും അത് മുഴുവൻ മാറ്റണം. അത് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ പേര് അവിടെ ഉണ്ട്. എൻ്റെ അമ്മയ്ക്ക് 80 വയസ്സ് കഴിഞ്ഞു. എൻ്റെ അമ്മ വോട്ട് ചെയ്യാൻ പോയിട്ട് ഒത്തിരി കാലമായി. രമേശിനെ മാപ്പ് പറയണം എന്നാണ് പറഞ്ഞത് ഇന്നലെ മന്ത്രിമാരുടെ. ഞാനെന്തിനാ മാപ്പ് പറയുന്നത്? എൻ്റെ അമ്മയുടെ പേര് മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ചെന്നിത്തലയിലായിരുന്നു വോട്ട്, അവിടെ ഇങ്ങോട്ട് മാറ്റി ഹരിപ്പാടേക്ക്. അത് ഞങ്ങൾ എഴുതി കൊടുത്താണ്. ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതാണ്. എല്ലാവരുടെയും ഡിലീറ്റ് ചെയ്തു, അമ്മയുടെ മാത്രം ഡിലീറ്റ് ചെയ്തില്ല. കാരണം അത് ഒരുപക്ഷെ ഇനി ഇത് ഗൂഢാലോചനയായിരിക്കും ചിലപ്പോൾ, ഒരുപക്ഷെ. അല്ലെ പിന്നെ അമ്മയുടെ മാത്രം എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തില്ല? അതുകൊണ്ട് കേരളത്തിലെ 4 ലക്ഷം വ്യാജ വോട്ടർമാരെ വെച്ചത് ശരിയാണെന്ന് മുഖ്യമന്ത്രി വ്യാജ വോട്ടിനെ സംബന്ധിച്ച് ഒരു അക്ഷരം പറയുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഈ വ്യാജ വോട്ടർമാരെ വോട്ട് ചെയ്യിപ്പിച്ച്
ഭരണം ഉറപ്പിക്കാനുള്ള ഇടതുപക്ഷത്തിൻ്റെ നീക്കത്തെ ഞാൻ പൊളിച്ചു. അതുകൊണ്ടാണ് അവർക്ക് പ്രയാസം. ഒരൊറ്റ കള്ളയോട്ട് നടക്കത്തില്ലെന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഗൂഢാലോചന ഉദ്ദേശിച്ച ആരെയാണ്? ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ എല്ലാം പേര് ഡിലീറ്റ് ചെയ്ത്, അമ്മയുടെ പേര് മാത്രം ഡിലീറ്റ് ചെയ്യാത്തത്. അപ്പോൾ എന്നെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഏറെ ദൂരെ നിന്ന് പോലും അതിരാവിലെ എത്തി കാണാൻ കാത്തുനിന്ന ആരെയും നിരാശപ്പെടുത്താതെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും 9:30 മണി. സന്തോഷ സഹചാരികളായ പ്രതീഷിനും ഗൺമാൻ അനൂപിനുമൊപ്പം കാറിലേക്ക്. മണ്ണാർശാലയ്ക്ക് സമീപത്തുള്ള ഒരു കല്യാണ വീട്ടിൽ ആദ്യം. എന്താ ഇതാ കണ്ട അവിടെ നിന്നാ മതി. എല്ലാവിധ ആശംസകളും. എൻ്റെ ഫോട്ടോ എടുക്കുക. എല്ലാ ചെറുക്കൻ്റെ ഫോട്ടോ. നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞു പറയണം. ഞാൻ പാടത്തെ വഴിയിലൂടെ പ്രിയ നേതാവ് കടന്നു വന്നപ്പോൾ പെട്ടെന്ന് പലർക്കും അത്ഭുതം. വരുന്ന 6-ാം തീയതി എന്നെ മറക്കല്ലേ എന്ന് പറഞ്ഞു മടക്കം. എല്ലാവരും ചിരപരിചിതർ. പിള്ളേരോടും പറയണം. പള്ളിപ്പാടത്തിയപ്പോൾ റെയിൽവേ ഗേറ്റിൽ കുരുങ്ങി. MLA കണ്ട് അടുത്തെത്തിയ വോട്ടർമാരോട് കുശലം. തീർച്ചയായിട്ടും അത് എൻ്റെ ജീവൻ്റെ ഭാഗമാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു സംശയവുമില്ല, അവർക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവരെ ഇഷ്ടമാണ്. എനിക്ക് ഹരിപ്പാട്ട് ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും എന്നെ പിന്തുണയ്ക്കും. ഞാനും അതുപോലെയാണ്. എൻ്റെ അടുക്ക് വരുന്ന ആളുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതമോ ജാതിയോ പ്രദേശമോ ഒന്നും ഞാൻ നോക്കാറില്ല. ഞാനൊക്കെ പള്ളി പോവാ. ഇന്ന് ഓശാന ഞായറാഴ്ച. പിന്നെ നമ്മൾ വോട്ട് ചെയ്യത്തില്ലേ, സാറേ ജയിക്കത്തുള്ളൂ. മിക്ക ആൾക്കാരോട്ട് ഇങ്ങനെ പേരെടുത്ത് പറയാത്തൊരു ബന്ധം. 4 തലമുറകളുമായിട്ടുള്ള ബന്ധമല്ലേ. അതുകൊണ്ട് അവരൊക്കെ എന്നോട് അത്രയും സ്നേഹമാണ് അവർക്ക്. എനിക്കും അതുപോലെ തന്നെയാണ്. അടുത്ത യാത്ര പള്ളികളിലേക്കാണ്. സംസ്ഥാനം മുഴുവൻ സഞ്ചരിക്കേണ്ടതിനാൽ വളരെ കുറഞ്ഞ ദിവസം മാത്രമാണ് മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടുക. ഉള്ള സമയത്ത് പരമാവധി പേരെ കാണാനുള്ള നെട്ടോട്ടത്തിലാണ്. ഓരോ സ്ഥലങ്ങളിലും സന്ദർശനം ഏകോപിപ്പിക്കാൻ പ്രാദേശിക നേതാക്കളുണ്ട്. പള്ളിപ്പാട്ടെ പ്രധാനപ്പെട്ട 4 ദേവാലയങ്ങളിലാണ് ഓട്ടപ്രദക്ഷിണം നടത്തിയത്.
ശശിധര സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമുക്കറിയാം ഈ ഒരു ഇലക്ഷന്റെ ഘട്ടത്തിൽ ദർശിക്കാവുന്നതാണ്. ചെറിയ നാട്ടുവഴികളും അപ്പർ കുട്ടനാടിന്റെ പ്രത്യേകതകളും ചേർന്ന നിരവധി സ്ഥലങ്ങളാണ് ഹരിപ്പാടുള്ളത്. ഇരിക്കാവ്, ചെറുതന, കുമാരപുരം വഴി യാത്ര ചെയ്യുമ്പോൾ വഴിനീളെ പോസ്റ്ററുകളും ബാനറുകളും. വികസന നായകൻ, ഹരിപ്പാടിന്റെ മകൻ എന്നിങ്ങനെ എഴുതിയ പോസ്റ്ററുകളാണ് ഇത്തവണ പ്രവർത്തകർ വഴിയിലുടനീളം പതിച്ചിരിക്കുന്നത്. അഹോരാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിക്കാരെ കണ്ട് വണ്ടി നിർത്തി അല്പം കുശലം. ഒരു സെറ്റ് കൂടെ ഉണ്ട്, 2 സെറ്റാ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പള്ളികളിലെയും വിവാഹ മരണ വീടുകളിലെയും സന്ദർശനം പൂർത്തിയാക്കി ആദ്യ യോഗസ്ഥലമായ കൊടുമണിലേക്ക് തിരിച്ചപ്പോഴേക്കും മണി 11:30. 10 മണിക്ക് പറഞ്ഞ പരിപാടിയാണ്. യാത്രക്കിടയിൽ അല്പനേരം ന്യൂസ് 18നോട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആവേശത്തോടെ പ്രതികരണം. ആഴക്കടൽ വിവാദം തീരദേശ മേഖല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ പിന്തുണ നൽകി. അത് ഇല്ലാതാക്കാനുള്ള ശ്രമമാണെന്നാണ്. നാണമില്ല പറയാൻ. 5000 കോടി രൂപയുടെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കരാർ ഒപ്പിട്ടത് ഞങ്ങളാണ്. ഞങ്ങളാണ് എന്തെങ്കിലും ചെയ്തത്. ഇത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ, അവരുടെ ജീവിതം കട്ടപ്പുകയാക്കാനല്ലേ ഈ ഗവൺമെൻറ് ശ്രമിച്ചത്. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ അമേരിക്കയിൽ പോകുന്നു, EMCC ആയിട്ട് ചർച്ച നടത്തുന്നു, അവരെ ക്ഷണിച്ചുകൊണ്ട് വരുത്തുന്നു. ഇവിടെ ഗവൺമെൻറ് അവരോട് സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രി 2 തവണ കാണുന്നു. അവർ ഗവൺമെൻറ്റുമായിട്ട് ധാരണാപത്രം ഒപ്പിടുന്നു. KSIDCയുമായിട്ട് ധാരണാപത്രം ഒപ്പിടുന്നു. കേരള ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷനുമായിട്ട് ധാരണാപത്രം ഒപ്പിടുന്നു. ഇതൊക്കെ പ്രതിപക്ഷം പറഞ്ഞിട്ടാ. നാണമില്ലേ പറയാൻ. കേരളത്തിലെ കടൽ വിൽക്കാൻ പിണറായി വിജയൻ കോപ്പ് കൂട്ടിയപ്പോൾ അതിനെ ഞാൻ തടഞ്ഞതാണ് കുറ്റം. അതിനെ ഞാൻ തടഞ്ഞു. അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ബാധ്യത പ്രതിപക്ഷ നേതാവിനുണ്ട്. അതുകൊണ്ടാണ് തടഞ്ഞത്. അതുകൊണ്ടല്ലേ എല്ലാ ഉത്തരവും പിൻവലിച്ച് പോകേണ്ടി വന്നില്ലേ. തോറ്റ് പിന്മാറിയില്ലേ. ഉത്തരനെ പോലെ മുഖ്യമന്ത്രി യുദ്ധക്കളത്തിൽ നിന്ന് ഒളിച്ചോടിയില്ലേ. നാണം വേണം ഇതൊക്കെ പറയാൻ. ആരെ കളിപ്പിക്കാനാണിത്? ആരെ കളിപ്പിക്കാനാണ്? കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ബോധ്യം. അദ്ദേഹത്തിൻ്റെ ഓഫീസാണ് ഈ കരാറുകൾക്കെല്ലാം സഹായം ചെയ്തു കൊടുത്തത്. ഇപ്പം അദ്ദേഹം പറയുന്നത് ഞങ്ങളാണ് കുഴപ്പക്കാരെന്ന്. അതായത് ഈ അഴിമതി കണ്ടുപിടിച്ചതാണ് കുഴപ്പമെങ്കിൽ ഇതുപോലെ എല്ലാ അഴിമതികളും ഞങ്ങൾ കണ്ടുപിടിക്കും ഈ സർക്കാരിൻ്റെ. സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയ ലക്ഷ്യത്തിന് തെളിവാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സംസ്ഥാനത്ത് പ്രായപൂർത്തി വോട്ടവകാശമുള്ള ഏതൊരാൾക്കും മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്നയാളെ മത്സരിക്കാവൂ, ഇന്നയാൾ മത്സരിക്കുമെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് എന്താ അധികാരം? അയാൾക്ക് താല്പര്യമുണ്ട്, അയാൾ മത്സരിക്കട്ടെ. അയാളിപ്പോൾ അവരുടെ കണ്ണിലെ കരടായിട്ടിരിക്കുകയാണ്. കാരണം സത്യം പുറത്തു വന്നു. ഇതിൽ എത്ര കമ്മീഷൻ ഇനി അവർക്കൊക്കെ കിട്ടിയത് മാത്രം അന്വേഷിച്ചാൽ. പിന്നെ പിണറായി ബ്രാൻഡിനെ കുറിച്ചും തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളെ കുറിച്ചും
ഈ ബ്രാൻഡ് പിണറായിയുടെ പോപ്പുലാരിറ്റി ഉപയോഗിച്ചാണ് LDFിൻ്റെ ഇത്തവണത്തെ വലിയ പ്രചരണം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പടം പോലും വെക്കാതെയായിരുന്നു പ്രചരണം നടത്തിയതെങ്കിൽ ഇത്തവണ പക്ഷേ പോസ്റ്ററുകളിലും ബാനറുകളും എല്ലാം പിണറായി വിജയനാണ്. അത് എഫക്റ്റ് ചെയ്യുമോ ഇലക്ഷന്? കഴിഞ്ഞ തവണ പിണറായിയുടെയും കോടിയേരിയുടെയും പടം വെച്ചായിരുന്നു. ഇത്തവണ കോടിയേരിയുടെ മുഖം വെളിയിൽ കാണിക്കാൻ കൊള്ളരുതാത്തത് കൊണ്ട് അത് വെച്ചില്ല. പിണറായിയുടെ പടം മാത്രമേ വെച്ചുള്ളൂ. ആ പടം വെക്കുന്നതാണ് ഞങ്ങൾക്ക് ഗുണം. അത് ഞങ്ങൾക്ക് വോട്ട് കൂടത്തേ ഉള്ളൂ. പിണറായിയുടെ പടം വെച്ചൊരു വോട്ട് കൂടും, ഞങ്ങൾക്ക് വോട്ട് കൂടും. ആ പടം എല്ലായിടത്തും അവർ വെക്കട്ടെ. ഇത്ര ധാർഷ്ട്യവും ധിക്കാരവും ഏകാധിപത്യമുള്ള ഒരു ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും കേരളം കണ്ടിട്ടുണ്ടോ? ഈ 140 മണ്ഡലങ്ങളിൽ യാത്ര ചെയ്തല്ലോ, എന്താണ് ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് UDF എത്തുമോ ഈ അവസാന വട്ടം നമ്മളൊരു വിലയിരുത്തുമ്പോൾ? തീർച്ചയായിട്ടും UDFന് അഭിമാനിക്കാൻ കഴിയുന്ന നല്ല ഒരു വിജയമുണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾ. UDF അധികാരത്തിൽ വന്നാൽ താങ്കളായിരിക്കും മുഖ്യമന്ത്രി? അത് പാർട്ടി തീരുമാനിക്കും. അതിപ്പോൾ ഞാനല്ല തീരുമാനിക്കും. റോസക്കുട്ടി ടീച്ചറിനെ പോലെയുള്ളവരെ ഈ പാർട്ടി വിട്ടത് അത് ഒഴിവാക്കാവുന്ന ഒരു കാര്യമായിരുന്നു. വളരെ നന്നായി ഇവരൊക്കെ പോയത്. കാരണം ഈ പാർട്ടിയെ കൊണ്ട് നേടാവുന്നതെല്ലാം നേടി. ഇനി ഒന്നും കിട്ടത്തില്ല പറഞ്ഞപ്പോൾ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറിയതാണ്. ഇങ്ങനെയുള്ള ആളുകൾ പോകുന്നതാണ് നല്ലത് നിൽക്കുന്നതിനേക്കാൾ. ഈ UDFിൻ്റെ ഈ നമ്മുടെ സ്ഥാനാർത്ഥം അതൊരുപാട് പ്രത്യേകത ഉള്ളതായിരുന്നു. അതായിരിക്കും ഒരു പക്ഷേ ഒരു വിജയത്തിലെത്തിയാൽ ഗുണമാകുക. തീർച്ചയായിട്ടും UDFിൻ്റെ സ്ഥാനാർത്ഥി നിർണയം ഒരു നിശബ്ദ വിപ്ലവമാണ്. കേരളത്തിലെ കോൺഗ്രസിലെ ഒരു തലമുറ മാറ്റത്തിൻ്റെ സൂചനയാണ്. അതോടൊപ്പം തന്നെ പരിണിതപ്രജ്ഞരും പക്വതയുള്ളവരും സീനിയോറിറ്റി ഉള്ളവരും ഒക്കെ ഉണ്ടെങ്കിൽ പോലും 55% യുവാക്കളാണ്, പുതുമുഖങ്ങളാണ്. അത് ഒരു പാർട്ടിക്കും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അവകാശപ്പെടാൻ കഴിയാത്ത നേട്ടമാണ് ഞങ്ങൾക്കുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്ന വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. ശബരിമല വീണ്ടും സജീവമായി തന്നെ നിൽക്കുന്നുണ്ട് രംഗത്ത്. ഇന്ന് ചില കേന്ദ്ര നേതാക്കൾ CPMൻ്റെ പറഞ്ഞത് മന്ത്രി എന്തു പറഞ്ഞാലും ശബരിമലയിൽ പാർട്ടിയുടെ നിലപാട് പഴയത് തന്നെയാണ് എന്ന രീതിയിലാണ്. അതാണ് ശരി, അതാണ് സത്യം. ഇപ്പം മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് വിശ്വാസികളെ കളിപ്പിക്കാൻ നോക്കി. പക്ഷേ പുള്ളിപ്പുലിയുടെ പുള്ളി ഒരിക്കലും മറച്ചു വെച്ചാലും മായത്തില്ലല്ലോ. അത് ജനങ്ങൾക്ക് ബോധ്യമായില്ലേ? അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ വികാരങ്ങളെ ചവിട്ടി മെതിച്ച ഒരു മുഖ്യമന്ത്രിയാണിവിടെ. അവരിത് പകരം ചോദിക്കും, ഒരു സംശയം വേണ്ട. പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസിന്റെ ഫയർ ബ്രാൻഡ് MG കണ്ണനാണ് അടൂരിലെ സ്ഥാനാർത്ഥി. കണ്ണന് വോട്ടഭ്യർത്ഥിക്കാൻ കൊടുമണ്ണിലെ പൊതുയോഗ സ്ഥലത്തേക്ക്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ശേഷം കാത്തിരുന്ന പ്രവർത്തകർക്കിടയിലൂടെ യോഗവേദിയിലേക്ക്. ആഞ്ഞടിക്കാൻ വിഷയങ്ങളേറെയാണ്. താൻ തന്നെ കൊണ്ടുവന്ന ഇരട്ട വോട്ടും അരിവിതരണവും ഒപ്പം കോൺഗ്രസിന്റെ ന്യായ പദ്ധതിയെക്കുറിച്ചും വാചാലനായി. പിണറായി വിജയനെതിരെ പറയുമ്പോൾ കൈയടിച്ച് പ്രവർത്തകർ. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ശ്രമങ്ങൾ നമ്മളാരും മറന്നിട്ടില്ല. നിങ്ങളുടെ ദേശമന്ത്രി പറയുന്നു മാത്രം കൊണ്ടുവന്ന നിയമം ഇരുപത് മിനിറ്റ് നീണ്ട പ്രസംഗം അവസാനിപ്പിച്ച് വെട്ടിക്കവലയിലേക്ക്. അവിടെ പത്തനാപുരത്തെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ചാനൽ മുഖം കൂടിയായ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വേണ്ടിയാണ് വോട്ടഭ്യർത്ഥന. കോൺഗ്രസ് പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായി പ്രവർത്തിച്ച് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും സഹകരണവും നൽകണം. ജനനായകന് സ്വാഗതം എന്നെഴുതിയ ബോർഡുകളാണ് നിറയെ. പ്രതിപക്ഷ നേതാവിന്റെ 5 വർഷത്തെ പ്രവർത്തനത്തെക്കുറിച്ച് നാട്ടുകാർക്കുമുണ്ട് പറയാൻ. നല്ല പ്രവർത്തനത്തിൻ്റെ ഒരു ഓളം വന്നിട്ടുണ്ട്. നല്ല ഊർജ്ജസ്വലമായി പ്രവർത്തകരൊക്കെ വരവേൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഒരു മേളത്തോടു കൂടിയുള്ള പ്രവർത്തനമായിരുന്നു. ഏറ്റവും നല്ലൊരു നേതാവാണ്. കേരളത്തിൽ നല്ലൊരു പ്രതിപക്ഷ നേതാവാണ്. വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുന്ന ഒരുവിധ കാര്യങ്ങളെല്ലാം ആദ്യം അംഗീകരിച്ചെല്ലാം രണ്ടാമത് അംഗീകരിക്കുന്നുണ്ട്. ഇരട്ട വോട്ട് മുതൽ ആഴക്കടൽ മത്സ്യബന്ധനം വരെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാണ് രമേശ് ചെന്നിത്തലയുടെ ഓരോ പ്രചരണ യോഗങ്ങളും. ആയിരക്കണക്കിന് ആൾക്കാർ
രമേശ് ചെന്നിത്തല പ്രസംഗം കേട്ട് കൈയടിക്കുന്നു. ജനനായകൻ എന്ന നിലയിൽ വളരെ വേഗം വളർന്ന് ജനങ്ങളെ സ്വാധീനിച്ച് ഓരോ മണ്ഡലത്തിലും വലിയ ആവേശം കൊള്ളിച്ചാണ് മടക്കം. 3 ജില്ലകളിലെ 7 സ്ഥലങ്ങളിലാണ് ഒരു ദിവസം കൊണ്ട് ഓടിയെത്തേണ്ടത്. അഞ്ചലും നെടുമൺകാവും കൊച്ചാലമൂടും കടന്ന് ശാസ്താംകോട്ട എത്തിയപ്പോഴേക്കും രാത്രി 10 മണി. കാറ്റിലും ചാറ്റൽ മഴയിലും നേതാവിനെ കാത്തിരിക്കുന്ന പ്രവർത്തകർക്ക് ആവേശം ഒട്ടും കുറവില്ല. ജനങ്ങൾക്ക് ലഭിക്കേണ്ട അരി മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം കേരളത്തിന്റെ കടലിൽ വിൽക്കാനുള്ള തീരുമാനം നരേന്ദ്രമോദി ആകാശം വയ്ക്കുന്നു, പിണറായി വിജയൻ കടൽ വിൽക്കുന്നു. മോദി ആകാശം വിൽക്കും, പിണറായി വിജയൻ കടൽ വിൽക്കുമെന്ന് പറഞ്ഞ് കത്തിക്കയറി. കുന്നത്തൂരിലെ സ്ഥാനാർത്ഥി ഉല്ലാസ് കോവൂർ ഇത്തവണ അട്ടിമറി വിജയം നേടും എന്ന് ഉറപ്പിച്ചാണ് മടക്കം. മഴ തകർത്തു പെയ്തോടെ പനയത്തെയും അയത്തിലെയും പരിപാടികൾ റദ്ദാക്കേണ്ടി വന്നു. കൊല്ലത്തെയും ഇരവിപുരത്തെയും സ്ഥാനാർത്ഥികളോട് അടുത്ത ദിവസം എത്തും എന്ന് ഉറപ്പു നൽകി മടക്കം. 3 ജില്ലകളിലായി രാവിലെ തുടങ്ങിയ ഓട്ടപ്രദക്ഷിണം തീർന്നപ്പോൾ രാത്രി 11:30. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്